എങ്ങോട്ടാ ലോക്ക്ഡൌൺ ആണെന്ന് അറിയാൻ പാടില്ലേ? സാറേ ഇവർക്ക് നടക്കാൻ വയ്യ, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇറങ്ങിയതാ. ആരെ? 3 ദിവസം ചെയ്തു. ഇങ്ങനെയും ഒരു മരുന്നുണ്ട്, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. വീട്ടിലുള്ള മുഴുവൻ പുസ്തകങ്ങളും വായിച്ചു തീർത്ത ഞാൻ പിന്നീട് വീട്ടിലെ ആധാരമെടുത്ത് വായിച്ചു. ശേഷം ഞാൻ പ്രകന്ധ പുളകിതനായി. ഇനി എന്റെ യാത്ര അടുക്കളയിലോട്ടാണ്. അച്ഛൻ 1 മാസത്തേക്ക് വാങ്ങിവെച്ച ബേക്കറി സാധനങ്ങൾ കഴിച്ചു തീർക്കുക എന്നതാണ് എന്റെ അടുത്ത ലക്ഷ്യം. എന്നാൽ സ്ഥിതി നേരെ വിപരീതമാണ്. അടുക്കളയിലുള്ള മുഴുവൻ ബേക്കറി സാധനങ്ങളും അമ്മ അതിവിദഗ്ധമായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. പബ്ജിയിൽ ഉണ്ട തീർന്നാൽ അവര് തരുമോ അതോ ഞങ്ങൾ വാങ്ങിക്കണോ എന്നുള്ള അച്ഛന്റെ ബാലിശ്യമായ ചോദ്യത്തിനുള്ള ഉത്തരം പറയുകയാണ് ഞാനിപ്പോൾ. ഇപ്പോൾ അമ്മ എനിക്ക് പറഞ്ഞു തരുന്നത് റേഷൻ കടയിലേക്കുള്ള വഴിയാണ്. നേരെ പോകുമ്പോൾ കാണുന്ന അമ്പരചുംബിയായ കെട്ടിടത്തിന്റെ സൈഡിൽ പൗരാണികമായ രീതിയിൽ ഓലമേണ്ട കെട്ടിടത്തിലാണ് റേഷൻ കട. ഇന്നലെ ഞാൻ പരിചയപ്പെട്ട പല്ലിയെ കാത്തിരിക്കുകയാണ് ഞാനിപ്പോൾ. പ്രത്യേകതരം സങ്കര ഇനത്തിൽപ്പെട്ടതാണ് ഈ പല്ലി. കണ്ടുപിടിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടി ഓർക്കുകയാണ് ഞാൻ. ടൂത്ത് ബ്രഷിലുള്ള പല്ലുകളുടെ എണ്ണം 688, ചട്നിക്ക് ആവശ്യമായ കടുകുകളുടെ എണ്ണം 18, ലൈസിന്റെ വലിയ പാക്കറ്റിൽ 36 എണ്ണവും ചെറുതിൽ 16 എണ്ണവും. ശുഭദിനം. உங்க ஸ்மைல் கியூட்டா இருக்கு. வாமா ட்விங்கிள் கம்மன் விங்கிள் நம்ம காட்டுல நான் தான் கிங். You're the only girl, let me see your world. You're the future. ആനച്ചന്തം പൊന്നാമ്പൽ ചമയം നിന്നാണച്ചിമിഴിൽ കണ്ടില്ല. ഇല്ലില്ലം വാതിൽ ചാരുന്നതാരോ. ഇത് ലാസ്റ്റ് സപ്പറ. നാളത്തെ സൂപ്പർ ഫാസ്റ്റിൽ പൊക്കോളണം, മനസ്സിലായോ? എന്താ നാളത്തെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇപ്പൊ കൊറോണ, പുറകെ ഹന്ത, അത് കഴിഞ്ഞിപ്പോ ഏപ്രിലാണ് ഉൽക്ക വന്നിടിക്കാൻ പോണു ഭൂമിയെ. കർത്താവേ, നിങ്ങൾ എന്താ പബ്ജി കളിക്കുന്ന മൂടില്ല? ഞാൻ കീഴടങ്ങി, നിർത്ത്. കുട്ടിയല്ലേ അന്ന് അവിടെ വെച്ച്? അല്ല, ഞാനല്ല. അല്ലല്ലേ? ബൈ ദ വേ, മൈ നെയിം ഈസ് അർജുൻ. ഞാൻ കമ്മിറ്റഡ് ആണ്. അതിന് നമ്പർ ഒന്ന് ഇറക്കാൻ നിൽക്കണ്ട. ഓക്കെ. എവിടെ പോണ്ട? ഞാൻ ഒന്ന് കറങ്ങിട്ട് വരാം. ഈ നേരത്ത് പോയ അവിടെ പോലീസ് അല്ലല്ലേ? പോലീസിനൊക്കെ ആരൊക്കെ പേടി? ഞാൻ ഒന്ന് പോയിട്ട് വരാം. എന്ത് പറ്റിയിടാ വണ്ടി അവിടെ? അയ്യോ, ഒന്നും പറയണ്ട. നമ്മുടെ പോലീസ് ഭയങ്കര പെശകാട്ടോ. അവരെന്റെ വണ്ടി വാങ്ങിച്ചു. നീ 20 ദിവസം കഴിഞ്ഞ് തന്നാ മതി. മീശ മാധവ, ആ മോന്തായ ഒന്ന് കാണട്ടെ. നല്ല ഇസ്തിരിപ്പെട്ടി പോലെ ഇരിക്കും. ഒന്ന് കാണട്ടെ. ഈ കുട്ടി ചിരിക്കും. ഞാൻ മുതലായി എഴുതിയ കാതലിസை அதற்கொரு ஆதார ശ്രുതി നീ. வாராயோ வாராயோ காதல் கொள்ள பூவோட മമ്മി. ആടി കൊറേ കടി കയറിട്ടത് കിട്ടി. ഇതെന്തിനു ഉപ്പേരിണ്ടാക്കാനാ? അല്ല, മുഖത്തേക്കാനാ. ഇമ്മ, അപ്പുറത്തേക്ക് കുറച്ച് ചൂടുവെള്ളം. എന്റെ മനസ്സാണിത്. അമ്മയെന്ന് വിളിച്ച ഞാൻ ഇതിനകത്ത് കയറാറുള്ളൂ. ചേട്ടൻ കല്യാണം കഴിച്ചാണോ? എന്തിനാ? അല്ല, എനിക്ക് ചില ആലോചനകളൊക്കെ വരുന്നുണ്ട്. എവിടെ വീട്? കുറച്ച് തെക്കെന്ന് പറഞ്ഞ വടക്കിന്റെ ഓപ്പോസിറ്റ്. അച്ഛനും അമ്മയൊക്കെ ഇന്നലെ വരെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ അച്ഛനെ വിറ്റു. വലിയ ദേഷ്യക്കാരനാണ്.
പവിഴ വർണ്ണക്കുട നിവരുമാവണിത്തിരുവിഴ ചെല്ലത്തമിഴിനൻ പുത്തിരയുണരുമായിരം പുതുനിറം. എന്റെ തെങ്കാശി തമിഴ് പൈങ്കിളി കുറി ചൊല്ലുന്ന മലർത്തേങ്കിളി എന്റെ കരളിന്റെ കഥ കേൾക്കുമോ കന്നിക്കൂറിമാനം അവൾ കേകുമോ അവളില്ലാതെ ഞാനില്ല എന്നെന്റെ പെണ്ണിന്റെ കാതിൽ നീ ചൊല്ലുമോ പരിഭവം പറയൂ. അതെ ബാറും വിവരാജൊക്കെ അടച്ചല്ലോ, ഇനി എവിടെ പോയി കുടിക്കും? All the dreams like tingle stars, the tingle stars like glowing chains.